സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ആട് 3 മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് ഞങ്ങൾ ഇവിടെ തരാൻ പോകുന്നത്. അപ്പോൾ ഹൗ വാസ് ദ മൂവി? ഗുഡ് ബട്ട് നോട്ട് ദാറ്റ് ഗുഡ്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. നോട്ട് ദാറ്റ് ഗുഡ് ബട്ട് ഗുഡ്. വൺ ടൈം വാച്ചബിൾ ആണ്. ഒരു കുഴപ്പമൊന്നുമില്ല, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നതാണ്. നോ മോർ വയലൻസസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സ്ലാസ്റ്റിക് കോമഡി പോലെ കുറേയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്, കോമഡീസൊക്കെ ഉണ്ട്. മൂവീസ് ഫൺ ടു വാച്ച് ആണ്. പക്ഷേ എന്താ പറയുക, പക്ഷേ എനിക്ക് മുന്നേ ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ടൈം ട്രാവലൊക്കെ ഇതിനകത്ത് കുറേ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഗുഡാണ്, അറ്റംപ്റ്റ് ഈസ് ഗുഡ്. ആ പഴയ കാലവും ഈ കാലവും കൂടെ യോജിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ദ ഡയറക്ടർ. ബട്ട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിക്കേഷൻ എവിടേക്കോ മിസ്സായതുപോലെ, ഈവൻ ദ ക്യാരക്ടേഴ്സ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഷാജി പാപ്പൻ്റെ ഫാനാണ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള. എനിക്ക് ആട് 1ഉം 2ഉം കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 1, 2, 3 കണ്ടതിൽ 1ഉം 2ഉം ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 3 എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ എനിക്ക് തന്നെ പറയണം. പിന്നെ ഈ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാജി പാപ്പനാണെങ്കിൽ നടുവേദനയൊക്കെ ഉള്ള ഒരാളാണ്. എല്ലാവരുടെയും പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ആ ഇൻട്രോ സീൻസ് എല്ലാം കിടുവായിരുന്നു. ഓക്കെ അല്ലേ, ഇൻട്രോ സീൻസ് എല്ലാം കിടുവാണ്. BGMs സൂപ്പർബാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശാൻ. പിന്നെ ഉള്ളത് എനിക്ക് 1, 2 പോലെ തന്നെ ഈ ഒരു ഫിലിമിലും ആരാണ് നമ്മുടെ പോലീസ് വേഷം ചെയ്ത് സർബത്ത് ഷമീർ. അപ്പൊ ആ പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് എന്താ അറിയത്തില്ല, ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സംസാരവും പിന്നെ ആ നാരങ്ങ പിഴിയുന്ന സ്റ്റൈലും അത് 1, 2 പോലെ തന്നെ എനിക്ക് നന്നായിട്ട് തന്നെയാണ് പുള്ളി. ഇവർ രണ്ടുപേരുടെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദ്രൻസും ഈ പറഞ്ഞ സർബത്ത് ഷമീറിന്റെ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ധർമ്മജന്റെ 1, 2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. ധർമ്മജന്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ ഓഡിയൻസ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു പ്രശ്നമായിട്ടുണ്ടോ എന്ന് എനിക്കൊരു തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 1 or 2 times or 3 times ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ക്യാരക്ടർ ഇപ്പൊ ഒരാളെ ഇടിക്കാൻ പോണത് അത് കോമഡിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, 4ാമത്തെ ആ ഇടിയും അതേപോലെ തന്നെ കാണിച്ചാൽ നമുക്ക് ആ ഒരു കോമഡി സെൻസ് ഫീൽ ആവുന്നില്ല. ഒന്ന് പ്രോപ്പറായിട്ട് ഇടിച്ചാലെന്താ, അല്ലെങ്കിൽ വാള് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതെന്താ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ട് മറ്റുള്ളവർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയല്ലായിരുന്നു അങ്ങനെ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പം ഇടിക്കുമെന്ന്, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഇടിക്കാൻ വരുന്നതും ആ ഡയലോഗ് അടുപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാണ്ട് പോകുന്നതും അതിലൊരു ചെറിയൊരു ഇത് തോന്നി, അത്രേ ഉള്ളൂ. പക്ഷെ മൂവീസ് 1 time വാച്ചബിൾ. ഇനി ഇതിന്റെ സീക്വൽ വരുന്നുണ്ട്, നമുക്കത് നോക്കാം. ഞാൻ എന്തായാലും പോയി കാണും, അത് വേറെ കാര്യം. കാരണം 1, 2 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഹാൻഡിങ് ഔട്ട് ടു ലിൻഡ. എന്താണ് ശരിക്കും ആട് 3 കാണാനായിട്ട് പോവാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഓക്കെ ഇന്ന് ഞാൻ പോയി കുറേ ചിരിക്കും, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് പോണത്. അവിടെ ചെന്നിട്ട് ആ ഒരു ചിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സാധനത്തോട് ഫുള്ളി നീതി പുലർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് മൂവി, 1 time വാച്ചബിൾ ആണ്. പോയി ചില നർമ്മങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, പക്ഷെ ചിലത് വർക്കൗട്ട് ആയിട്ടില്ല. ചിലപ്പോൾ ഇനി നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് വ്യത്യാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എവിടേക്കോ ഒരു കണക്ട്, ചിലപ്പോൾ വലിയ ക്യാൻവാസ് ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കും ആ ഒരു കണക്ട് എവിടേക്കോ മിസ്സായതുപോലെ. ഇപ്പോഴും ഹാഫിൽ നിർത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അനദർ പാർട്ട് ഇസ് ഗോയിങ് ടു കം. സോ പക്ഷെ ആ ക്യൂരിയോസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ക്യൂരിയോസിറ്റി. ഇപ്പം നിങ്ങൾ എന്തായാലും പോയി കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് ആ ക്യൂരിയോസിറ്റി കൊടുക്കാനായിട്ട് ആ മൂവിയുടെ എൻഡിൽ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് മൂവി, 1 time വാച്ചബിൾ ആണ്, എല്ലാവരും പോയി കാണാം. ആൻഡ് ചിരിക്കാന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം പോയി വെറുതെ അങ്ങനെ പോയി ഇരുന്നിട്ടങ്ങ് കാണാം. പറ്റുന്നതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയി കാണാം. സോ ഇതാണ് നമ്മുടെ റിവ്യൂ. ആൻഡ് ബൈ ദ ബൈ, ഞങ്ങൾ ഈ മൂവി ഫസ്റ്റ് ഷോ അല്ല ഫസ്റ്റ് ഡേ ഷോ ആണ് നമ്മൾ കണ്ടത്.
ഫാമിലിയായിട്ട് പിള്ളേരെയൊക്കെ കൂട്ടിയിട്ടാണ്. ഇപ്പോൾ പിള്ളേർ ഇപ്പം ബിസി ആയതുകൊണ്ട് അവരുടെ വെക്കേഷൻ ടൈമാണ്, അപ്പോൾ അവർ ബിസിയാണ്. നമ്മൾ ആസ് യൂഷ്വൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ റിവ്യൂ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. സോറി ഗൈസ്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ.